ഡോക്ടർ ശ്രീനാഥ് കാരയാട് ചിട്ടപ്പെടുത്തിയ പൂർവജന്മധ്യാനത്തിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾക്ക് റിഗ്രഷന് തയ്യാറാവാം. ഏറ്റവും സ്വസ്ഥമായി കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. നാം പൂർവജന്മങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അടുത്ത 1 മണിക്കൂർ സമയം നമ്മൾ ധ്യാനത്തിലാണ്. ശരീരത്തിൻ്റെ പൂർണ്ണമായ അനുവാദം ശരീരത്തോട് ചോദിക്കൂ. നമുക്ക് ഈ ശരീരം തന്ന നമ്മുടെ മാതാപിതാക്കളോട് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് മനസ്സുകൊണ്ട് ഈ ധ്യാനത്തിനായി അനുവാദം ചോദിക്കൂ. നിങ്ങളുടെ പൂർവജന്മങ്ങളിലേക്ക് നയിക്കാനും സത്യസന്ധമായി നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങൾ അറിയാനും ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറി ഏറ്റവും സമ്പന്നമായ സമൃദ്ധമായ ജീവിതം ലഭിക്കുന്നതിനും വേണ്ടി മഹാഗുരുക്കന്മാരോട്, സ്പിരിറ്റിനോട് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചു വയ്ക്കുക. ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കൂ. നൗ ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. നിങ്ങൾ ദീർഘമായി ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. നൗ യു ആർ ബ്രീത്തിങ് deep and regular. 5 തവണ ദീർഘമായി ശ്വസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യൂ. Take 5 deep relaxing breath. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുക്കുകയും വായിലൂടെ പൂർണ്ണമായും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഓരോ നിശ്വാസത്തിലും നിങ്ങളുടെ ഉള്ളിലെ വേദനകളെയും അസ്വസ്ഥതകളെയും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. ഓരോ ശ്വാസമെടുക്കുമ്പോഴും നിങ്ങൾ പ്രകൃതിയിലെ സമാധാനത്തെയും ഊർജത്തെയും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലേക്കുള്ള വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു. നിങ്ങളിപ്പോഴും ദീർഘമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അകത്തേക്കെടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങളിൽ ശാന്തിയും സമാധാനവും
നിറഞ്ഞു വരുന്നു. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങൾ ശരീരത്തിൻ്റെ വേദനകളെ, മനസ്സിൻ്റെ അസ്വസ്ഥതകളെ ശക്തമായി പുറംതള്ളുന്നു. എടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങളുടെ ജീവനാണ്. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും നിങ്ങളുടെ മരണമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കലാണ്. ഈ ജീവിതത്തിൽ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ദീർഘശ്വാസം പുറത്തേക്ക് വിടലാണ്. ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കുന്നതിൻ്റെയും പുറത്തേക്ക് വിടുന്നതിൻ്റെയും ഇടയിലുള്ള കാലമാണ് നിങ്ങളുടെ ജീവിതം. ഇപ്പോൾ നിങ്ങളുടെ മാംസപേശികൾ പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ മൂർധാവ് മുതൽ കാൽപാദം വരെയുള്ള ഓരോ അവയവങ്ങളും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തെ മാംസപേശികൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ, കാതുകൾ, കവിളുകൾ, മൂക്ക് എന്നിവ ആഴത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കഴുത്തിലെയും തോൾഭാഗത്തിലെയും ഇടുപ്പിലെയും എല്ലുകൾ പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ കൈകളെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നിങ്ങളുടെ വയറിനെയും വയറിനകത്തുള്ള എല്ലാ അവയവങ്ങളെയും പൂർണ്ണമായി വിശ്രമിക്കാൻ അനുവദിക്കൂ. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. നിങ്ങളുടെ ശ്വാസഗതി വളരെ വളരെ ആഴത്തിൽ നിങ്ങളെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ ദീർഘശ്വാസത്തിലും നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാലുകളും നിങ്ങളുടെ ശരീരവും പൂർണ്ണമായും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഭാരം നിങ്ങൾക്കിപ്പോൾ തറയിൽ വയ്ക്കാവുന്നതാണ്. ഒരു ദിവ്യമായ പ്രകാശം, വെളിച്ചം നിങ്ങളുടെ തലയ്ക്കു മുകളിൽ വരുന്നതായി സങ്കൽപ്പിക്കൂ. ആ വെളിച്ചം നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് പ്രവേശിക്കുന്നു. ആ വെളിച്ചത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം കൊടുക്കാവുന്നതാണ്. ആ സുന്ദരമായ വെളിച്ചം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോ അവയവങ്ങളും, ഓരോ മാംസപേശിയും, ഓരോ കോശവും പൂർണ്ണമായും വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം എല്ലാത്തരം വേദനകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും
രോഗങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുന്നു. ആ ദിവ്യപ്രകാശം നിങ്ങളുടെ വിശ്രമത്തെ വീണ്ടും വീണ്ടും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളിപ്പോൾ വളരെ ആഴത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു. ആ ദിവ്യപ്രകാശം നിങ്ങളുടെ തലയിൽ നിന്നും നെറ്റിയിലൂടെ നിങ്ങളുടെ മുഖത്തേക്ക് മുഴുവനും വ്യാപിക്കുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഇരു കണ്ണുകളിലും പ്രകാശം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തൂടെ താടിയിലൂടെ ആ ദിവ്യമായ പ്രകാശം താഴേക്ക് പ്രവഹിക്കുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിൽ വിശ്രമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ കഴുത്തിലൂടെ, തോളുകളിലൂടെ മുതുകിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ കഴുത്തിലെ എല്ലാ പേശികളും കോശങ്ങളും ആഴത്തിൽ വിശ്രമിക്കുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളിലെ കൈകളിലേക്കും കാലുകളിലേക്കും പരക്കുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ എല്ലാ പേശികളെയും ഞരമ്പുകളെയും കോശങ്ങളെയും വിശ്രമിപ്പിക്കുകയും എല്ലാതരം വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ രക്തത്തിലൂടെ ഞരമ്പുകൾ വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ കോശങ്ങളിൽ സുന്ദരമായി പ്രകാശിക്കുന്നു. ഇപ്പോൾ ആ വെളിച്ചം നിങ്ങളുടെ നട്ടെല്ലിനകത്തുള്ള സുഷുമ്നാ നാഡിയിലേക്കും പരക്കുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ തലച്ചോറിൽ നിന്നും സുഷുമ്നാ നാഡിയുടെ അഗ്രഭാഗം വരെ ആ പ്രകാശം പൂരിതമാണ്. ആ വെളിച്ചം നിങ്ങളുടെ സകല നാഡീഞരമ്പുകളെയും കോശങ്ങളെയും പൂർണ്ണമായും ദീപ്തമാക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ വളരെ ആഴത്തിൽ വിശ്രമിക്കുകയാണ്. നിങ്ങൾ അതിസുന്ദരമായ സമാധാനത്തിൻ്റെ അനുഭൂതിയിലാണ്. നിങ്ങൾ ആ ദിവ്യപ്രകാശത്തിൽ പൂർണ്ണമായും നിമഗ്നനായിരിക്കുന്നു. നിങ്ങൾ വളരെ സമാധാനത്തിലാണ്. അതിസുന്ദരമായ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ ശരീരത്തെ വലയം ചെയ്യുന്നതായി തിരിച്ചറിയൂ. ആ വെളിച്ചം നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു.
ഞാനിപ്പോൾ 5 മുതൽ 1 വരെ എണ്ണാൻ തുടങ്ങുകയാണ്. ഓരോ സംഖ്യ പറയുമ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലേക്കുള്ള വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 1 എന്ന സംഖ്യയിലെത്തുമ്പോഴേക്കും നിങ്ങൾ സമ്പൂർണ്ണ വിശ്രമത്തിൽ ലയിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് സമയത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിധിയിൽ നിന്നും മുക്തമായിരിക്കും. നിങ്ങൾ ടൈമിനും സ്പേസിനും അപ്പുറത്തായിരിക്കും. നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ പൂർവജന്മങ്ങളും എല്ലാം ഓർക്കാൻ സാധിക്കും. 5 നിങ്ങൾ അത്യധികം സമാധാനത്തിൽ വിശ്രമിക്കുകയാണ്. 4 നിങ്ങൾ വീണ്ടും വീണ്ടും ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 3 നിങ്ങളിപ്പോൾ ഗാഢമായ വിശ്രമത്തിലാണ്. 2 നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞു. 1 നിങ്ങളിപ്പോൾ ശുദ്ധബോധമായിരിക്കുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. ഇപ്പോഴോ കുറച്ചു സമയത്തിന് ശേഷമോ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. നിങ്ങൾ പൂർണ്ണമായ സന്തുലിതാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഉണരുന്ന നിങ്ങൾ പൂർണ്ണമായും വിശ്രമത്തിലായിരിക്കും. നിങ്ങൾക്ക് ഒരു അനിർവചനീയമായ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. നിങ്ങൾ റിഗ്രഷൻ തുടരുന്നുവെങ്കിൽ മുന്നോട്ട് പോകുക. ഒരു സുന്ദരമായ ഗോവണിയിലൂടെ താഴേക്കിറങ്ങുന്നതായി സങ്കൽപ്പിക്കുക. ഒരു പിരിയൻ ഗോവണിയിലൂടെ നിങ്ങൾ താഴേക്കിറങ്ങുകയാണ്. നിങ്ങൾ സാവധാനം ഓരോ സ്റ്റെപ്പും വെച്ച് താഴേക്ക് 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 ഇറങ്ങുകയാണ്. ആ ഗോവണിയുടെ ഏറ്റവും താഴെ നല്ല വെളിച്ചത്തിൽ പുറത്തേക്ക് ഒരു വഴി കാണാം. നിങ്ങളിപ്പോൾ പൂർണ്ണമായ വിശ്രമത്തിലും സമാധാനത്തിലുമാണ്. നിങ്ങൾ ആ വാതിലിനരികിലേക്ക് നടന്നെടുക്കുകയാണ്. നിങ്ങൾ പിരിയൻ ഗോവണി ഇറങ്ങി ഒരു ഇടനാഴിയിലൂടെ ആ വാതിലിനടുത്തേക്ക് നടന്നെടുക്കുകയാണ്. ഓരോ അടി വെച്ച് നിങ്ങൾ നടന്നെടുക്കുകയാണ്. നിങ്ങളിപ്പോൾ സമയത്തിനും അന്തരീക്ഷത്തിനും മുകളിലാണ്. നിങ്ങളിപ്പോൾ ടൈമിനും സ്പേസിനും അപ്പുറത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിൽ സംഭവിച്ചതെല്ലാം ഓർക്കാൻ കഴിയുന്നു.
നിങ്ങളതാ ആ വാതിലിനടുത്ത് എത്തിയിരിക്കുന്നു. നിങ്ങളതാ ആ വാതിൽ കടന്ന് വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ മറ്റൊരു സമയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബോധമനസ്സിനെ ഈ ജീവിതത്തിലെയോ മറ്റേതെങ്കിലും ജീവിതത്തിലെയോ ഒരു സമയം തിരഞ്ഞെടുക്കാൻ അനുവദിക്കുക. നിങ്ങൾ മറ്റൊരു സമയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതെങ്കിലും സംഭവം, ഏതെങ്കിലും തീവ്രമായ വികാരം, ഏതെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക്, മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ വേഷം തിരിച്ചറിയാൻ ശ്രമിക്കൂ. നിങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ. നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു? ഇപ്പോൾ പകലാണോ രാത്രിയാണോ എന്ന് നോക്കൂ. നിങ്ങൾ അകത്താണോ പുറത്താണോ? നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ദിവസമോ വർഷമോ കാണാൻ കഴിയുന്നുണ്ടോ? ചുറ്റിലേക്കും നോക്കൂ. അവിടുത്തെ ഭൂപ്രകൃതി, ചെടികൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവ ശ്രദ്ധിക്കൂ. അവിടെ മനുഷ്യരുണ്ടോ? മനുഷ്യരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കൂ. അവർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിക്കൂ. ആ കാലത്തെ, ആ സമയത്തെ തിരിച്ചറിയുവാൻ സമയം ചിലവഴിക്കൂ. നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാ കാഴ്ചകളും നിരീക്ഷിക്കൂ. ഏതാണ് സ്ഥലം, ഭാഷ, കാലഘട്ടം, ചുറ്റിലുമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വികാരം എല്ലാം ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ആ സമയത്തിൻ്റെ പുറകിലേക്കും മുൻപിലേക്കും സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകളിൽ ഒഴുകി നടക്കാം. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് മാറി നിന്ന് കാണുക. അല്ലെങ്കിൽ വളരെ സാവധാനം നിങ്ങൾക്ക് ഈ ജന്മത്തിലേക്ക് തിരിച്ചു വരാം.
ബോധവാനാവാം. പൂർവജന്മധ്യാനം തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടരാവുന്നതാണ്. നിങ്ങളുടെ മറ്റൊരു ജന്മത്തിലേക്കോ മറ്റൊരു സമയത്തിലേക്കോ നിങ്ങൾക്ക് ഇപ്പോൾ പോകാവുന്നതാണ്. അവിടെയും എന്തൊക്കെയാണ് കാണുന്നത്, ആരൊക്കെയാണ്, നിങ്ങളുടെ പ്രായം, ജോലി, വേഷം എല്ലാം ശ്രദ്ധിക്കൂ. ആ കാലയളവിൽ നിങ്ങൾക്കുണ്ടായ ശക്തമായ അനുഭവങ്ങളെ, വേദനകളെ കാണാനും അനുഭവിക്കാനും ശ്രമിക്കൂ.
നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും നിങ്ങൾക്ക് എന്തോ ചില മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കുന്നു. ആ മെസ്സേജുകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കൂ. ഈ ജീവിതത്തിലുള്ള ഏതെങ്കിലും ആളുകൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ ചുറ്റിലും കാണുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിലെ, നിങ്ങളുടെ ബന്ധത്തിലെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ, സാമ്യമുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഈ ജന്മത്തിലെ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ കാണുന്നുവോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോകാം. നിങ്ങളുടെ മരണ അനുഭവത്തിലൂടെ കടന്നു പോകൂ. എങ്ങനെയാണ് നിങ്ങൾ മരിച്ചതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കൂ. ആ മരണാനുഭവം നിങ്ങളിൽ സൃഷ്ടിച്ച എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും നിങ്ങളിപ്പോൾ തികച്ചും സ്വതന്ത്രമായിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിനു മുകളിൽ വേറിട്ടു നിൽക്കൂ. ആ ജീവിതത്തിൽ നിന്ന് എന്തു പാഠമാണ് നിങ്ങൾ പഠിച്ചതെന്ന് തിരിച്ചറിയൂ. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഞാൻ 1 മുതൽ 5 വരെ എണ്ണും. 5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കണ്ണുകൾ തുറന്നുകൊണ്ട് നിങ്ങൾക്ക് ഉണരാം. പൂർണ്ണമായ സന്തോഷത്തിൽ, പൂർണ്ണമായ ദേശകാല ബോധത്തോടെ നിങ്ങൾക്ക് ഉണർന്നു വരാം. 1. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പേശികളും നാഡീഞരമ്പുകളും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. 2. പതുക്കെ പതുക്കെ ഉണരാൻ ശ്രമിക്കൂ. നിങ്ങൾ ആനന്ദത്തിലാണ്. നിങ്ങൾ അതിസുന്ദരമായ ഒരു അവസ്ഥയിലാണ്. 3. നിങ്ങൾ ഉണരുകയാണ്. നിങ്ങൾ പൂർണ്ണമായും ബോധാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 4. നിങ്ങൾ ബോധത്തിലേക്ക് വന്നിരിക്കുന്നു. സുന്ദരമായ അവസ്ഥ. 5. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ബോധത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും
ബോധവാനായിക്കൊണ്ട് നിങ്ങളുടേതായ സമയമെടുത്ത് കണ്ണുകൾ തുറക്കാവുന്നതാണ്. നിങ്ങൾ പൂർണ്ണ ബോധത്തിലാണ്, സുന്ദരമായ അനുഭവത്തിലാണ്. ഈ ജന്മജന്മാന്തര യാത്രയ്ക്ക് നമ്മളെ സഹായിച്ച ശരീരത്തോടും ഈ ശരീരം തന്ന മാതാപിതാക്കളോടും മഹാഗുരുക്കന്മാരോടും ആഴത്തിലുള്ള നന്ദി മനസ്സിൽ കൊണ്ടുവരൂ. ഞാൻ ശരീരമല്ല, ശുദ്ധബോധമാണ്. ഈ ശരീരം എൻ്റെ വസ്തുവാണ്. ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെയാണ് മരണവും ജനനവും. ജനന മരണങ്ങളില്ലാത്ത ശുദ്ധബോധമാണ് ഞാൻ എന്ന ബോധത്തിൽ നിൽക്കാൻ സാധിക്കട്ടെ. ഈയൊരു അവാച്യമായ അനുഭൂതി നമുക്ക് ലഭിച്ചതിന് കാരണമായ എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ നിറച്ചും കൊണ്ടുവരൂ. ഓരോ കോശത്തിലും നന്ദി നിറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കൂ. ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആനന്ദം നിങ്ങളിൽ കളിയാടുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അക്കാഡമി ഫോർ ഹോളിസ്റ്റിക് ട്രെയിനിങ് സെൻറ്റർ തയ്യാറാക്കിയ പൂർവജന്മധ്യാനം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ മെഡിറ്റേഷൻ ചെയ്തതിന് നന്ദി.